ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ഇടപെടാതെ തടസ്സപ്പെടുത്താതെ തൗഫീഖ് രാജൻ എന്ന കോൺഗ്രസ് പ്രതിനിധിയെ അനുവദിച്ചത് അദ്ദേഹം ഈ 3 മിനിറ്റിലധികം സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുന്നതും അവർക്ക് അർഹമായ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമായ കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും വലിയ വിഷയമായി ഉന്നയിച്ചത്. BJPക്കെതിരെ ഈ 3.5 മിനിറ്റിൽ ഒരു വാക്ക് പോലും കോൺഗ്രസ് പറയുന്നില്ല. ഏതൊക്കെയോ നിയമനങ്ങൾ, KV തോമസിൻ്റെ കാര്യം പറയുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതം മോദി സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നതിന് മോദി സർക്കാരിനെതിരെ ഒരു വാക്കില്ല. ഇത് തൗഫീഖ് രാജൻ്റേതല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ വാക്കുകളാണത്. ഈ സമീപനമാണത്, നിലപാടാണത്. അതുകൊണ്ടാണ് ഞാൻ തടസ്സപ്പെടുത്താതെ കേട്ടുകൊണ്ടിരുന്നത്. ഈ ജനങ്ങൾ അതൊന്ന് കേൾക്കട്ടെ എന്ന്, കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ശ്രീ എം ജയചന്ദ്രൻ ഈ വിഷയത്തിലേക്ക് വന്നാൽ. അജിംഷാദ്, ഇതില് ഈ ഒറ്റ കാര്യം പറഞ്ഞ തൗഫീഖ് രാജന്റെ ആ വിഷയത്തിന്റെ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹം പറയുന്നെങ്കിൽ പിന്നെ പറയട്ടെ. ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഈ ഇപ്പൊ ഈ ചർച്ചയിലുള്ള സമ്പത്തിന്റെയും ചർച്ചയിലില്ലാത്ത തോമസ് മാഷിന്റെ കാര്യം പറഞ്ഞല്ലോ തൗഫീഖ് രാജൻ. ഉത്തരവാദിത്വത്തോടെ രാഷ്ട്രീയ പ്രവർത്തനാണ് താങ്കൾ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ താങ്കൾ പറയാതെ കുറ്റസമ്മതം നടത്തുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് പാർലമെന്റിൽ പോയിരിക്കുന്ന 18 MP-മാരും വെറും ആ ഭാഷ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക ദയവായി. അവരുടെ പണി വേറെയാണ്. അല്ല ജനങ്ങൾ അല്ലല്ല തൗഫീഖ് രാജൻ അവിടെ നിൽക്കൂ. കാരണം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അലവൻസ് മേടിച്ചുകൊണ്ട് പോകുന്ന ഈ UDF MP-മാർ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ജനപ്രതിനിധികളായി ജനങ്ങൾ അയച്ചവർ എന്നാണ് ശ്രീ എം ജയചന്ദ്രൻ ചോദിച്ചത്. അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ പറഞ്ഞപ്പോഴും മറ്റുള്ളവർ പറഞ്ഞപ്പോഴും അദ്ദേഹം ഇടപെട്ടില്ലല്ലോ. തൗഫീഖ് രാജൻ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇല്ലില്ല, അങ്ങനെ കൊള്ളേണ്ട കാര്യമില്ല തൗഫീഖിന്. തൗഫീഖ് അവിടെ ഇരിക്കൂ. തൗഫീഖ് അവിടെ ഇരിക്കൂ. ശ്രീ എം ജയചന്ദ്രൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. തൗഫീഖ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതെ, തൗഫീഖ് രാജൻ താങ്കളുടെ സമയത്ത് അദ്ദേഹം മിണ്ടിയില്ല. മാത്രമല്ല അദ്ദേഹം ചോദിച്ചത് UDF അല്ലല്ല, ജനങ്ങൾ അവരുടെ പ്രതിനിധിയായി അയച്ച് അവരുടെ അലവൻസ് പറ്റുന്ന MP-മാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ഇടപെട്ട് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. താങ്കളുടെ വെർഷൻ വരുമ്പോൾ അതിന്റെ മറുപടി പറഞ്ഞാൽ മതി. താങ്കളുടെ റൗണ്ട് വരുമ്പോൾ, താങ്കളുടെ സമയം വരുമ്പോൾ അത് ഇടപെട്ട് അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. കാരണം നിങ്ങളൊന്നും സംസാരിച്ചു അദ്ദേഹം ഇടപെട്ടില്ല. എം ജയചന്ദ്രൻ കംപ്ലീറ്റ് ചെയ്യൂ. എനിക്ക് നിങ്ങൾ സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പലപ്പോഴും ഒരു പണിയാണ് തൗഫീഖ് ഇറക്കുന്ന ഒരു പണിയാണ്. സംസാരിക്കുന്നതിന് ഇടയ്ക്ക് കയറി, പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഇടയ്ക്ക് കയറി പറയുക. ഇനി അങ്ങനെ പറഞ്ഞാൽ തൗഫീഖ് രാജൻ പറയുന്ന ഒരു അക്ഷരം പോലും ഈ ചാനലിൽ ഞാൻ കേൾപ്പിക്കില്ല. ഇടപെട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നിഷ്സംശയം അടിവരയിട്ട് പറയുക. ഭീഷണി തന്നെയാണ്. അല്ല തൗഫീഖ് രാജൻ ഒരു ജനാധിപത്യമില്ലേ? അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞു തുടങ്ങുമ്പോൾ താങ്കൾ ഇടപെടുന്നത് എന്താണ്? താങ്കൾക്ക് എന്തെങ്കിലും സംശയമാണ്, ഒരു പോയിന്റ് ഓഫ് ഓർഡർ പോലെ ചോദിക്കാനാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. ഇത് താങ്കൾ ഇടപെട്ട് താങ്കളുടെ സമയത്തിന് താങ്കൾ പ്രതിരോധിക്കണം. അല്ലാതെ അദ്ദേഹത്തിന്റെ അല്ലല്ല തൗഫീഖ് രാജൻ, അത് ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് ഫെയർ. ശ്രീ ജയചന്ദ്രൻ താങ്കൾ കംപ്ലീറ്റ് ചെയ്യൂ. അല്ല, ഞാൻ എന്റെ സമയം മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ആ സമയം എനിക്ക് അവകാശപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഞാൻ മൊത്തമെങ്കിൽ പറയേണ്ടത് ആങ്കറാണ്. മറ്റാരെങ്കിലും ഇടപെട്ട് പറയാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നം. തീർച്ചയായും താങ്കൾക്ക് പറയാം. എം ജയചന്ദ്രൻ താങ്കളുടെ സമയമാണ്, താങ്കൾക്ക് പറയാം.